അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ, പ്രത്യേകിച്ച് ശാഫിഈ മദ്ഹബിലെ ഇമാമുമാർ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. നിങ്ങൾക്കറിയോ, മൗലിദ് പാരായണം ചെയ്യാൻ പറ്റുമോ? ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെന്ന് സമർത്ഥിക്കാൻ 150-ലേറെ കിതാബുകൾ ഹിജ്റ 3-ാം നൂറ്റാണ്ട് മുതൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ മഹാനായ ഇബ്നു കസീർ തങ്ങളടക്കം ഇമാം സുയൂത്തി അടക്കം 150 കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, സിംസാറുൽ ഹക്ക് ഹുദവിയെ പോലെയുള്ള ഈ മുസ്ലിയാക്കന്മാരൊന്നും ഈ കാര്യം വിട്ട് വേറൊരു പരിപാടിയില്ല. റസൂലുള്ളാൻ്റെ പേരിലുള്ള ജന്മദിനം, ബർത്ത്ഡേ ആഘോഷം അത് സ്ഥാപിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ്. ഇയാളൊക്കെ പറയുന്നത് വെറും വിവരക്കേടാണെന്നുള്ളത് ഇത് മദ്രസയിൽ പോണ കൊച്ചുകുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷം, മൗലൂദ് പാരായണം, ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് അത് നടത്താൻ പറ്റുമോ പറ്റില്ലേ? പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് 150-ൽ പരം ഗ്രന്ഥങ്ങൾ ഹിജ്റ 300-ന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തിലുള്ളത് ഖൈറുന്നാസി കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അത് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇതാണ്. ഖൈറുന്നാസി കർണി എന്നുള്ളത് ഏറ്റവും ഉത്തമരായ കാലഘട്ടം, അത് റസൂലുള്ളാഹിൻ്റെ സ്വഹാബത്താണ്. അത് കഴിഞ്ഞാൽ താബഈങ്ങളാണ്, അത് കഴിഞ്ഞാൽ തബഉ താബഈങ്ങളാണ്. അവർക്ക് മനസ്സിലായില്ല. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഏതൊക്കെ ഇമാമിങ്ങൾ എന്തിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ എഴുതി വെച്ചു, അതാണ് തെളിവ് എന്ന് പറയണ എൻ്റെ പൊന്നാര ഹുദവിയെ. നേരം വെളുത്തിട്ടില്ല എന്നാണ് നട്ടുച്ചക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ തുടർന്നോളൂ. 150 കിതാബുകൾ എന്തിന്? ഹബീബിന്റെ മൗലിദ് നിങ്ങൾ ആഘോഷിക്കണം. തങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഒരാൾ ഈ മതത്തിലേക്ക് പുതിയൊരു അമല് കൊണ്ടുവരികയാണെങ്കിൽ അത് തള്ളണം എന്നുള്ള ഹദീസ് വ്യക്തമായിട്ടുണ്ട്. കണ്ടില്ലേ? ഹദീസ് കണ്ടില്ലേ? അന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൊണ്ട് കിട്ടോ ഉദവിയെ നട്ടുച്ചക്ക് ഗുഡ് മോർണിംഗ്. അതാ നോക്കേണ്ടത്. തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് വിശാലമായി ഒഴിച്ചിട്ട് തന്നൊരു മേഖല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മുഖാലഫാത്തുകൾ ചെയ്യരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്. അള്ളാഹുവിന് ഇഷ്ടമാണ് മസ്ജിദിൽ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളത്. അവിടേക്ക് പോകരുത് പെണ്ണുങ്ങളെ എന്ന് പറയുന്ന ആളുകൾ പിന്നെ എവിടെ കണ്ടു എന്നറിയോ നിങ്ങൾ? ആ പെണ്ണുങ്ങളെയൊക്കെ പാടെ ഞാൻ ഇന്നൊരു വീഡിയോയിൽ കണ്ടു. നിങ്ങൾക്ക് കാണണോ? കയ്യിലുണ്ടിച്ചേക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഇതാണ് അവസ്ഥ. പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിക്കാൻ പോകരുത്. കാരണം എന്താണ്? ഇബ്ലീസിൻ്റെ ആളുകളാണ് ഞങ്ങൾ, അതുകൊണ്ട് ഇബ്ലീസിൻ്റെ ഇഷ്ടമാണ് നമ്മൾ കൊണ്ടുനടക്കേണ്ടത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഹുദവിയെ? പറയും ഹറാമുകൾ ചെയ്യരുത്, അതൊരിക്കലും പാടില്ലാത്തതാണ്. വിദഅത്ത് അത് ഹറാമാണ്. അതല്ലേ ഇപ്പോൾ ചെയ്യണത്? അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളിപ്പോൾ ഈ പ്രസംഗിച്ചും കൊണ്ടിരിക്കണ ഈ പറഞ്ഞുകൊണ്ടിരിക്കണമൊക്കെ പാടെ അതിന് വേണ്ടിയിട്ടല്ലേ? പക്ഷേ പുണ്യനബി ഞങ്ങളുടെ മദ്ഹ് പറയുന്ന ഈ പരിപാടികൾ ലോക മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്താണ് മദ്ഹ് മൗലിയരെ അതിലുള്ളത്? എന്ത് മദ്ഹാണ് അതിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുൽ ചെയ്തിട്ടാണ് ആദം നബി രക്ഷപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്തിട്ടാണ് നൂഹ് നബി രക്ഷപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതുകത്ത് കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച നുണയും പച്ച ഷിർക്കും ഇർത്തകബത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട്, ഇർത്തകബത്തുവിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാണ് നിങ്ങൾ അള്ളാഹു ആണ് പാപം പൊറുക്കുന്നവൻ, അള്ളാഹു മാത്രമാണ് പാപം പൊറുക്കുന്നവൻ, അള്ളാഹുവിന് മാത്രമേ പാപം പൊറുക്കുവാൻ കഴിയുകയുള്ളൂ, അത് അള്ളാഹുവിൻ്റെ മാത്രം ആ ഒരു കഴിവിൽപ്പെട്ട കാര്യമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന മൗലിയാക്കന്മാരെ നിങ്ങൾ പാപമൊക്കെ കൊട്ടയിലേറ്റിയും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകണമെന്നല്ലേ പാടല്ലേ? അടിയന്തരം കഴിക്കുന്ന പോലെ മാറി നിൽക്കുന്നതിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹബീബിനോടുള്ള സ്നേഹം എവിടെയാണ്? അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് പറഞ്ഞത് എന്താണെന്നറിയോ? അടിയന്തരം കഴിക്കുന്നത് പോലെ മാറി. അപ്പം അടിയന്തരം കഴിക്കാൻ പാടില്ല അല്ലേ ഉദവിയെ? സിംസാറിലൊക്കെ അടിയന്തരം കഴിക്കാൻ പാടില്ല അല്ലേ? ഇതല്ലേ ഈ അടിയന്തരം തന്നെയല്ലേ നിങ്ങൾ മൗലൂദായിട്ട് മരിച്ച വീട്ടിൽ പല ദിവസങ്ങളിലായിട്ട് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ നേരാവുന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല. നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സാധുക്കൾ നേരാവുകയാണെങ്കിൽ നേരാവട്ടെ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഈ വിവരക്കേട്. നിങ്ങൾ ഇതുവരെ കേട്ടില്ലേ? ഇനി ഇത് ഞാൻ പറഞ്ഞല്ലേ ഹുദവി പറഞ്ഞത്. ഇനി ഇത് സംബന്ധമായിക്കൊണ്ട് ചെറിയൊരു വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ആരാ ഇത് തുടങ്ങിയത്? അഹ്ലുസുന്നത്തിന്റെ ആളുകളാണോ? ഒരിക്കലുമല്ല. അഹ്ലുസുന്നത്തും തെന്നിത്തെറിച്ചു പോയ 3 ഖലീഫമാരും കാഫിറുകളാണെന്ന് പറയുന്ന അലി ഇബ്നു അബീ താലിബ് മാത്രമാണ് ഖിലാഫത്തിന് അർഹനെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. പിന്നീട് വിശ്വാസത്തിലും ആചാരത്തിലുമൊക്കെ പുതിയ ഒരു മതം തന്നെ സ്ഥാപിച്ച ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമികൾ അവർ ഭരണം നടത്തിയ കാലത്താണ് 3 നൂറ്റാണ്ടിനു ശേഷം 4-ാം നൂറ്റാണ്ടിൽ ഈ സമ്പ്രദായം ആരംഭിച്ചതെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഇത് സംബന്ധമായി പഠനം നടത്തിയവർ പറഞ്ഞിട്ടുണ്ട്. മൗലിദ് ആഘോഷിക്കുന്നവർ പോലും ആ കാര്യം സമ്മതിച്ചത് ഞാനിവിടെ വായിക്കുകയുണ്ടായി. വേണമെങ്കിൽ ഇനിയും വായിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ആ 3 നൂറ്റാണ്ടിനകത്ത് കഴിഞ്ഞുപോയ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ കിതാബിലും അത് കാണാതിരുന്നത്. അപ്പോൾ പിന്നെ ഒരു ചോദ്യമുണ്ട്. അതെന്താണെന്നറിയോ? മൗലിദ് ഹറാമാണ് എന്ന് വല്ല ആയത്തുണ്ടോ, ഹദീസുണ്ടോ? മൗലിദ് അനിസ്ലാമികമെന്ന് ഒരായത്ത് കൊണ്ട് തെളിയിച്ചാൽ 1 കോടി, ആയത്ത് കൂടുന്നതിനനുസരിച്ച് കോടികൾ കൂടും എന്ന്. എത്ര സൗകര്യമല്ലേ വെല്ലുവിളിക്കാൻ, അല്ലെ? പുതിയ ഒരു ആചാരം ഉണ്ടാക്കുക, എന്നിട്ട് ഈ ആചാരത്തെ പേരെടുത്ത് വിമർശിച്ചതുണ്ടോ എന്ന് ചോദിക്കുക. എങ്ങനെയുണ്ട്? പണ്ട് ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞൊരു കഥ ഉണ്ട്. ഇങ്ങനെ ഒരാൾ വെല്ലുവിളിക്കുന്നു എന്ന് ഉമർ മൗലവിയോട് പറഞ്ഞപ്പോ ഉമർ മൗലവി പറഞ്ഞു, ഒരാള് ഒരു കല്യാണം നടത്തുകയാണ്. അയാളെ കല്യാണം നടത്തുമ്പോ ഒരു മുസ്ലിയാർ വന്നിട്ട് നല്ലോണം അടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് തേമ്പൊക്കെ വിട്ടുകൊണ്ട് ഇറങ്ങുക. ഇപ്പൊ വീട്ടുകാരന്റെ പരിചയമല്ല. ആരാപ്പത്? നിങ്ങൾ ആരാണ്? എവിടുന്നായിരുന്നു? ഞാൻ കാന്തപുരത്ത് നിന്നാണ്. നിങ്ങളെ പേരെന്തേന്നു? അബൂബക്കർ എന്നാണ്. അല്ല, ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരാളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറയാ, ഞാൻ കല്യാണത്തിന് വരാൻ പാടില്ല എന്നില്ലല്ലോ, എന്നോട് വരണ്ടെന്ന് നിങ്ങൾ പറഞ്ഞീനോ? എങ്ങനെയുണ്ട് ഈ ജാതി വർത്താനം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത്? മൗലിദിന് യാതൊരു തെളിവുമില്ല, എന്നാലും അങ്ങനെ ആഘോഷിക്കരുത് എന്ന് ആയത്തുണ്ടോ? ഒരാൾ 6 വക്ത് നിസ്കരിക്കാൻ തുടങ്ങി. എന്താണോ നിസ്കരിക്കണത്? നിസ്കാരം നല്ലതല്ലേ, 5 വക്തല്ലേ നബി നിസ്കരിച്ചിട്ടുള്ളൂ, 6 വക്ത് നിസ്കരിക്കരുത് എന്നൊരായത്തുണ്ടോ? അങ്ങനെ ആയത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയോ? ഹദീസുണ്ടോ? മഗ്രിബ് ഒരാൾ 4 റക്അത്ത് എന്ന് നിസ്കരിക്കണം. എന്താണോ അങ്ങനെ? റസൂലുള്ളാഹി 3 അല്ലേ നിസ്കരിച്ചത്? അതെന്താ മഗ്രിബ് 4 റക്അത്ത് നിസ്കരിക്കൽ ഹറാമാകുന്നു എന്നൊരു ഹദീസ് ഉണ്ടോ? അങ്ങനെ ഹദീസ് ഉണ്ടാകുമോ? ഞാൻ ചോദിക്കട്ടെ, ഷിയാക്കൾ എന്തെല്ലാം ആചാരങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്? അവർ മുഹറം മാസം വന്നാൽ തീക്കട്ടകൾ നിരത്തി അതിലൂടെ നഗ്നപാതരായി നടക്കുന്നു, ചങ്ങലകൾ കൊണ്ടും മറ്റും അടിക്കുന്നു, നെഞ്ചടിച്ച് പളർത്ത് ചോര വരുന്നു, രക്തസാക്ഷിയായി വീഴുന്നു. തനിച്ച ദുരാചാരമാണ് ഇന്ന് അഹ്ലുസുന്നത്തിൽ എല്ലാവർക്കും അറിയില്ലേ? അവർ പറയാണ്, ഇങ്ങനെ മുഹറം മാസത്തിൽ ഇങ്ങനെ ഒരു ആചാരം ചെയ്യൽ ഹറാമാകുന്നു എന്ന് ഒരു ആയത്ത് കൊണ്ട് തെളിയിച്ചാൽ 20 കോടി ഇനാം. ആയത്ത് കൂടുന്നതനുസരിച്ച് ഓരോ ആയത്തും 20 കോടി വീതം. ഷിയാക്കൾ വെല്ലുവിളിച്ചാൽ ഈ ഖുബൂരികൾ എങ്ങനെ നേരിടും? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വെല്ലുവിളിക്കാൻ ആർക്കാ സാധിക്കാത്തത്? ഇസ്ലാമിൽ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരിക്കണം. പേരെടുത്ത് വിമർശിക്കാത്തതൊക്കെ ചെയ്യാ എന്ന് ഇസ്ലാമിൽ ഇല്ല. അത് മുആമലാത്തിൽ പറ്റും. ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ റസൂൽ ചെയ്ത കച്ചവടമാണോ നോക്കേണ്ടതില്ല, റസൂൽ വിരോധിച്ച കച്ചവടം നോക്കിയാൽ മതി. കച്ചവടത്തിലും കൃഷിയിലും ഭൗതിക കാര്യങ്ങളിലുമൊക്കെ മുആമലാത്തിൽ പൊതുവെ വിരോധിക്കപ്പെടാത്തൊക്കെ ചെയ്യാം. പക്ഷെ ഇബാദത്തിന്റെയും പുണ്യകർമ്മത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയല്ല. ചെയ്തതെന്തോ അത് ചെയ്യലാണ്. അല്ലെങ്കിൽ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും സുഹൃത്തുക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പ്രാധാന്യം കൽപ്പിക്കാത്ത പുതിയ ദിവസങ്ങൾ കണ്ടെത്തി അതിനൊക്കെ പ്രാധാന്യം കൽപ്പിച്ചാൽ ഇനി കുറച്ചാലും കഴിഞ്ഞാൽ ഹിജറാഘോഷം തുടങ്ങും. ഇസ്ലാമിന് എത്ര ഇസ്സത്തുണ്ടായ സംഗതിയാണ് ഹിജറ എന്ന് പറഞ്ഞാൽ. അതിന്റെ ചരിത്രം പറഞ്ഞ ആർക്കാ രോമം എടുത്തു പിടിക്കാത്തത്? എന്നിട്ട് ഹിജറാഘോഷം തുടങ്ങിയ, എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഹിജറാഘോഷം പാടില്ല എന്ന ഹദീസിലുണ്ടോ? ഇപ്പൊ ബദർ ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ബദറാഘോഷം തുടങ്ങിയ, മക്കം ഫത്തഹിന്റെ ഫതഹാഘോഷം തുടങ്ങിയ, ഇങ്ങനെ അങ്ങോട്ട് ആഘോഷം ഉണ്ടാക്കാൻ തുടങ്ങിയ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പറയാണ് പെരുന്നാക്ക് ഇപ്പൊ എന്താ ഒരു ബാങ്ക് വിളിച്ച നല്ല ദിക്റല്ലേ, അല്ലാഹു അക്ബർ, പിന്നെ 2 ശഹാദത്ത് കലിമ, അയ്യാല സ്വലാത്ത്. ഇതിങ്ങനെ എല്ലാരും വേഗം ഒന്നു കൊടുത്ത് കയറണം. ഇപ്പൊ തുടങ്ങും പെരുന്നാൾ നിസ്കാരം ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ നിൽക്കണ്ട. ഒരു ബാങ്ക് അങ്ങ് കൊടുക്കുക, ഒരു ഇഖാമത്ത്, മയ്യിത്ത് നിസ്കാരത്തിനും ബാങ്ക് ഇഖാമത്തും തുടങ്ങുമോ? എന്താ ഉസ്താദിനോട് പോയി ചോദിച്ചാൽ, അല്ല ഉസ്താദ് എന്താ പെരുന്നാക്ക് ബാങ്ക് ഇഖാമത്തും ഇല്ലാത്ത? അള്ളാന്റെ റസൂൽ പെരുന്നാക്ക് ബാങ്ക് കൊടുത്തിട്ടില്ലാടോ, അള്ളാന്റെ റസൂൽ മയ്യിത്ത് നിസ്കരിക്കാൻ ബാങ്ക് ഇഖാമത്തും കൊടുത്തിട്ടില്ലാടോ. അതാ അതിന്റെ തെളിവ്. അതന്നെയാ തെളിവ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുത്താടത്ത് കൊടുക്കുക. ബാങ്കല്ലേ നല്ലതല്ലേ? പുതിയ സ്ഥലത്ത് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. പുതിയ സ്ഥലത്ത് ഖിറാഅത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഞാൻ ചോദിക്കട്ടെ, തറാവീഹിന്റെ ഇടയിൽ സ്വലാത്ത് ചെല്ലാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ AP മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞ എന്താ? ആ പ്രത്യേക സ്ഥലത്തും സന്ദർഭത്തിലും സ്വലാത്ത് ചെല്ലൽ സുന്നത്താണെന്ന് വിചാരിച്ചാൽ തെറ്റായി. ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞ എന്താ? സ്വലാത്ത് നല്ലത് തന്നെയാണ്, പക്ഷെ ബാങ്കിന്റെ മുമ്പ് അങ്ങനെ സ്വലാത്ത് അത് ആ പ്രത്യേക സമയത്ത് സുന്നത്താന്ന് വിചാരിച്ച വിദഅത്തായി. മലക്കടവ് ഫൈസിയോട് ഒരാൾ ചോദിച്ചു, നമ്മളിപ്പോ നാട്ടിലൊക്കെ നിസ്കാരത്തിന് ശേഷം 3 സ്വലാത്തിന്റെ സമ്പ്രദായം ഉണ്ടല്ലോ, അതിന്റെ നിയമം എന്താ?
അദ്ദേഹം പറഞ്ഞു എന്റെ ചെറുപ്പത്തിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. ഏപ്പിക്കാരെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. അവർ 3 ആക്കിയപ്പോ പിന്നെ നമ്മൾ 10 ആക്കി 100 ആക്കി, അങ്ങനെ അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കലും റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ആ സമയത്ത് അങ്ങനെ സ്വലാത്ത് സുന്നത്തുണ്ടെന്ന് വിചാരിച്ചാൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. അല്ലെങ്കിൽ സ്വലാത്ത് നിസ്കരിക്കാൻ വരുന്ന തശ്മീഷ് ആശയക്കുഴപ്പമൊന്നും ഉണ്ടാകും, അത്രയും ചെല്ല, രാത്രി ശേഷവും ചെല്ല, അല്ലാതെയും ചെല്ല എന്ന് പറഞ്ഞ ക്ലിപ്പ് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. വാസ്തവത്തിൽ ബിദ്അത്ത് എന്താണ് എന്നതിന്റെ യഥാർത്ഥ വിവരണം നമുക്കതിലൂടെ കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.